അച്ഛൻ സിനിമാറ്റോഗ്രാഫർ ആയിരുന്നു അല്ലേ? എങ്ങനെയായിരുന്നു കുട്ടിക്കാലം? അപ്പം അച്ഛൻ ഫോട്ടോഗ്രാഫർ ആയതുകൊണ്ട് അച്ഛൻ ക്യാമറ വെറുതെ ഇരിക്കുമ്പോഴൊക്കെ നല്ല ഞാൻ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോൾ അവിടെ വെയിലടിച്ചാൽ നല്ല ലൈറ്റോട്ട് അങ്ങനെ ആയിരിക്കും 2 സ്റ്റില്ലടിക്കും. അപ്പോഴേ ഞാൻ ഭയങ്കര പോസിങ് അങ്ങനെ ഇങ്ങനെയൊക്കെ ആയിരിക്കും ഭയങ്കര. എൻ്റെ ഫോട്ടോ എൻ്റെ ഫോണിൽ ഫുൾ എൻ്റെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ അപ്പം മുമ്പേ അപ്പം അച്ഛനമ്മയൊക്കെ പറയും ഫോട്ടോ എടുക്കാനാന്ന് പറഞ്ഞാൽ ഭയങ്കര മേക്കപ്പും ഭയങ്കര പോസിങ്ങും കാര്യങ്ങളും അങ്ങനെയൊക്കെ. അപ്പോൾ മുമ്പോട്ട് എനിക്ക് ഭയങ്കര ഒരു ഇഷ്ടമാണ് സിനിമേനെ പറ്റിയിട്ട്. ഭയങ്കര സിനിമ എന്ന് വെച്ചാൽ എനിക്ക് ഭയങ്കര ഒരു ക്രേസ് ആയിരുന്നു. എനിക്ക് അറിഞ്ഞുകൂടാ എന്താന്ന്. അപ്പോൾ ഒരുപാട് സിനിമകളുണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള സിനിമകളുണ്ട്. അപ്പോൾ എൻ്റെ ഓർമ്മയിൽ ഞാൻ ചെറിയ കുട്ടിയായിരിക്കുമ്പോഴാണ് എൻ്റെ സൂര്യപുത്രിക എന്നിട്ട് അമല അഭിനയിച്ചിട്ടുള്ള പടം. ആ പടം എന്നെ എത്രമാത്രം ഇൻഫ്ലുവൻസ് ചെയ്തെന്ന് പറയാം. അതിൽ അമല ഒരു ബിൽഡിങ്ങിന് മുകളിൽ നിന്ന് താഴെ വീണിട്ട് കൈ ഒടിഞ്ഞിട്ട് പിന്നെ അതിൽ അനാഥയാണ്, സ്വയം അച്ഛനമ്മേനെ കണ്ടുപിടിക്കുന്നത് പറഞ്ഞാൽ എൻ്റെയൊക്കെ ഒരു ഇതിൽ എന്താണല്ലേ എന്താണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എൻ്റെ ഒരു കാലത്തെ തീരെ ചെറുതാണ് ഞാൻ. ഒരു കാലത്ത് എൻ്റെ പ്രാർത്ഥന എൻ്റെ കൈ ഓടിക്കണേ, എനിക്ക് അനാഥയാവണേ എന്നൊക്കെ ആയിരുന്നു എൻ്റെ പ്രാർത്ഥന. അത്രയ്ക്ക് ഇൻഫ്ലുവൻസ് ആയിട്ട്. കാരണം എനിക്ക് അത് എന്നിട്ട് കൈ ഒടിയുന്നില്ല. ഞാൻ വേണമെന്ന് വെച്ചാൽ ഇന്ന് വേദനിക്കാനും പാടില്ല. സിനിമയിലാകുമ്പോൾ വേദനയൊന്നും അറിയുന്നില്ലല്ലോ. എന്നിട്ട് അമ്മയുടെ അടുത്ത് എൻ്റെ കൈ ഒടിയുന്നില്ല അമ്മയെന്നൊക്കെ അവസാനം എൻ്റെ ആഗ്രഹം തീരാൻ വേണ്ടിയിട്ട് അമ്മ അച്ഛനൊക്കെ കൂടി തോർത്തുമുണ്ട് കെട്ടിയിട്ട് ഞാൻ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് നടന്നിട്ടുണ്ട്. എൻ്റെ കൈ ഒടിഞ്ഞു എന്ന് പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞ് എന്തായാലും സാധിച്ചിരുന്ന അച്ഛനും ഞാൻ സമ്മതിച്ചിട്ടുണ്ട്. ഞാനൊക്കെ എനിക്ക് അടി ശരിക്കും വന്ന് കൈ ഞാൻ അങ്ങനെ ഇട്ട് നടക്കുന്നുണ്ട്. എല്ലാവരും കണ്ടു ആ സിനിമയിലത്തെ പോലെ എൻ്റെ കൈ ഒടിഞ്ഞു എന്നൊക്കെ പറയും. അത്രയ്ക്ക് ഒരു ഭയങ്കര ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കുറേ സിനിമകളുണ്ടായിരുന്നു. ജയദേവൻ ഇപ്പം എന്താ ചെയ്യുന്നത്? ചേട്ടൻ കാനഡയിൽ പഠിക്കുകയായിരുന്നു, വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ പഠിക്കുകയായിരുന്നു, വാൻകൂവർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ. ഇപ്പോൾ ഞാൻ തിരിച്ചു ചേട്ടൻ ബോംബെയിലാണ്, ഫ്രണ്ട്സിൻ്റെ കൂടെയാണ്. പക്ഷേ ഈസ് ട്രൈങ് ടു ഗോ ബാക്ക് ടു കാനഡ. നല്ല പേരായിരുന്നു കാർത്തിക, അത് മാറ്റി ഭാവനയാക്കാനുള്ള കാരണം എന്താ? അത് ഞാൻ നമ്മൾ ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ കാർത്തിക എന്നാണ് പേരെന്ന് പറഞ്ഞപ്പോൾ കമൽ സാറിന് പേര് ചിലപ്പോൾ മാറ്റേണ്ടി വരും. കാരണം ഒരുപാട് കാർത്തികമാരുണ്ട് ഇവിടെ. കാർത്തിക, മുമ്പത്തെ ഒരു കാർത്തിക, ഇപ്പോൾ മറ്റേ ഉമ്മപ്പെണ്ണിലൊക്കെ ഉള്ള വേറൊരു കാർത്തിക. അപ്പോൾ എല്ലാവരും മാഗസീൻ മീഡിയ പീപ്പിളൊക്കെ ചോദിക്കുന്നത് ഏത് കാർത്തികയാണ് ചോദിക്കുന്നത്. അപ്പോൾ പേര് മാറ്റാം. അപ്പോൾ എനിക്ക് സന്തോഷമായി. ഇത്രയും കാലമായിട്ട് കാർത്തിക ബോറടിച്ചിരിക്കുക. അപ്പോൾ ഒരു പേര് മാറ്റാൻ എനിക്ക് സന്തോഷമായി. ഞാൻ തന്നെ കുറച്ച് പേരുകൾ എഴുതി, എനിക്ക് ഇഷ്ടമുള്ള പേരുകൾ. ഞാൻ ഗായത്രി, മീനാക്ഷി, പിന്നെ കല്യാണി, ഭാവന, പിന്നെ ഗംഗ, അങ്ങനെ എന്തൊക്കെയോ പേരുകൾ എഴുതി. അപ്പോൾ അവിടെ ചെന്ന എല്ലാവർക്കും അപ്പോൾ കമൽ സാറിന് പെട്ടെന്നൊരു പേര്, അങ്ങനെ ഒരു പേരിടിയിൽ കർമ്മം നടത്താനൊന്നും സമയമില്ല. കമൽ സാർ പെട്ടെന്ന് ഏതൊക്കെ പേരുകളൊന്നും എന്തൊക്കെയോ ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ പെട്ടെന്ന് ഭാവന നല്ല പേരാണല്ലോ, ഭാവന ഇതുവരെ ആർക്കും ഭാവന മതി അങ്ങനെ പേരിട്ട് ഞാൻ തന്നെ എനിക്ക് പേരെഴുതി ഞാൻ തന്നെ പേരിട്ടു. ഞാൻ നാട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും എൻ്റെ പേര് മാറ്റിട്ടോ ഭാവന എന്നാണ്, എന്നെ എല്ലാവരും ഇനി ഭാവന എന്ന് വിളിക്കണേ. എനിക്ക് ഭയങ്കര ത്രില്ലായിരുന്നു കാരണം പേര് മാറ്റാന്ന് പറയുമ്പോൾ. ചെക്കൊക്കെ എഴുതുന്നത് ഭാവന എന്നാണോ? അല്ലല്ല, ഞാൻ അതൊക്കെ സംഭവം കാർത്തിക തന്നെ. ഞാൻ ഭയങ്കര കണ്ടു. ഞാൻ വീട്ടിലെന്തെങ്കിലും ഒപ്പിടാന്ന് ഞാൻ ചോദിക്കും ഭാവനയോ കാർത്തികയോ ചോദിക്കും ഞാൻ വീട്ടിൽ. അങ്ങനെ കോമഡികളുണ്ട് കുറെ. പക്ഷെ ഞാൻ തന്നെ എപ്പോഴും ചോദിക്കുന്നത് അച്ഛൻ എൻ്റെ കല്യാണം വരുമ്പോൾ ഭാവന വേർഡ്സ് അങ്ങനെയാണോ എഴുതാതെ കാർത്തിക പച്ചവറ എനിക്ക് അറിഞ്ഞോടാ നീ എന്തെങ്കിലും. അതെ, വീട്ടിലിങ്ങനെ എപ്പോഴും നന്നായി സംസാരിച്ചോണ്ടിരിക്കും. വീട്ടില് ഈ പറഞ്ഞ പോലെ എനിക്ക് നല്ലൊരു മൂഡ് ഇപ്പൊ ചേട്ടൻ ഉണ്ടെങ്കിൽ കളവല സംസാരിച്ചോണ്ടിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഞാൻ വീട്ടിലുള്ളതേ അറിയില്ല. ഞാൻ റൂമിനകത്ത് വരുന്നത് ഭയങ്കര വായനയും കാര്യങ്ങളും ഭയങ്കര ശരിക്കും ബാക്കിയൊക്കെ ഭയങ്കര ഒരു മിസ്സിംഗ് ആയിരിക്കും. ഞാനിപ്പോ എന്റെ റിലേറ്റീവ്സിന്റെ വീട്ടിലേക്കൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എത്തി 5 മിനിറ്റിനുള്ള അവിടെ നിന്നൊക്കെ ഫോൺ വിളിക്കും, മോളെത്തിണ്ടല്ലേ വീട്ടിലെന്ന് പറയും. കാരണം അത്ര ബഹളവും മതിൽ ചാട്ടവും ഒക്കെ ആയിരിക്കും. അപ്പൊ ആര് ചോദിക്കും വന്നിട്ടുണ്ടല്ലേ എന്ന്. അപ്പൊ വീട്ടില് ചിലപ്പോഴൊക്കെ ഭയങ്കര ബഹളം. പിന്നെ ചേട്ടൻ അങ്ങനത്തെ കുട്ടിയൊന്നുമല്ല, ചേട്ടൻ എന്റെ കൂടെ സർവൈവ് ചെയ്യേണ്ടി നിൽക്കുന്ന ചേട്ടൻ. അങ്ങനെ എങ്ങനെയാ ഈ ഭാഷയൊക്കെ എങ്ങനെ പഠിച്ചു വരുമ്പോ എന്തെങ്കിലും? തമിഴ് ഇപ്പൊ എനിക്ക് നന്നായിട്ട് അറിയാം. തമിഴ് എനിക്ക് ഇപ്പൊ ഞാൻ മലയാളം സെറ്റിലിരിക്കുമ്പോൾ തന്നെ അറിയാതെ തമിഴൊക്കെ വരും. തമിഴ് എനിക്കിപ്പോ എഴുതാനും വായിക്കാനൊക്കെ അറിയാം. പിന്നെ എഴുതാനും അറിയാം വായിക്കാനും അറിയാം തമിഴ്. അതെങ്ങനെയോ പെട്ടെന്ന് അങ്ങ് പഠിച്ചു തമിഴ്. അപ്പം ഞാൻ എൻ്റെ അടുത്ത് കാവ്യൊക്കെ പറയും നീ കഴിഞ്ഞ വരുമ്പോൾ തമിഴെത്തിയായിരുന്നു. കാരണം എപ്പോഴും തമിഴ് പാട്ടേ പാടുള്ളൂ, തമിഴ് കാര്യങ്ങൾ. തെലുഗു എനിക്ക് നന്നായി മനസ്സിലാവുന്നുണ്ട്, പറയാറായിട്ടില്ല. ആഫ്റ്റർ ഓൾ 2ാമത്തെ മൂവിയല്ലേ ഡബ് ചെയ്തോ? ഞാൻ തമിഴിൽ ചെയ്തു, മലയാളത്തിൽ പിന്നെ ഞാൻ. അപ്പൊ അവര് ഭയങ്കര തമിഴൊക്കെ വെച്ചാൽ തമിഴ് ലാംഗ്വേജിൽ എന്തെങ്കിലും മാറ്റി പറഞ്ഞാൽ അവരപ്പ ദേഷ്യപ്പെടൂല്ലേ? അപ്പൊ അതിനുവേണ്ടി സ്പെഷ്യലായിട്ട് ഇങ്ങനെ ഡബിങ് സമയത്തിന് എന്തെങ്കിലും? ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജയം കൊണ്ടാൽ എന്റെ ക്യാരക്ടർ മധുരൈ പൊണ്ണ. അപ്പൊ എന്ന് വെച്ചാൽ കുറച്ച് എന്റെ ആണെങ്കിൽ പക്ക ലോക്കൽ തമിഴാണ്. കാരണം എനിക്ക് ഞാൻ ഫുൾ തമിഴിൽ എനിക്ക് അറിയാത്ത വാക്കുകളില്ല. ഇപ്പൊ ഒരു തമിഴരുണ്ടെങ്കിൽ ഞാൻ കൊന്നു പോലെ വിളിച്ചത്. ഞാനും ജീവയൊക്കെ കൂടി ഇന്ന് സംസാരിക്കുമ്പോൾ എന്നാടാ എന്നൊക്കെ പറയുമ്പോൾ തന്നെ ആൾക്കാർ അയ്യോ എന്ത് ഇവള് ഇങ്ങനെയെന്ന് വിചാരിക്കും. മധുരൈ സ്ലാങ് അപ്പൊ ഇതില് അങ്ങനെയാ. അപ്പൊ എന്ന് വെച്ചാൽ ഞാൻ വരേ എന്നുള്ളതിന് ഞാൻ വരേൻ അങ്ങനെയൊക്കെ പറയണം. ദിടുപ്പിന് വന്നിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ സംഭവങ്ങൾ പറയാൻ എന്തൊക്കെയോ മാറ്റണം. ഞാൻ എനിക്ക് അമ്മ എനിക്ക് തമിഴ് ഞാൻ ചെന്നൈ തമിഴ് പറയാൻ വേണമെങ്കിൽ അപ്പൊ അവരില്ല എന്ന് പറഞ്ഞിട്ട് അവർ നിന്ന് എനിക്ക് പറഞ്ഞു എന്താ. അപ്പൊ അതിന്റെ ഒരു റിസൾട്ട് ഓക്കെ. അതെന്ന് വെച്ചാൽ റിവ്യൂസ് ഒക്കെ വളരെ നന്നായിട്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ഭാവന മുമ്പേ ഡബ് ചെയ്യാത്തത് എന്നൊക്കെയുള്ള ഒരു. അപ്പൊ എനിക്ക് സമാധാനമായി. ഈ തമിഴ് ചീത്തവാക്കൊക്കെ പഠിച്ചോ? എല്ലാം പഠിച്ചു. എനിക്ക് തമിഴിൽ ഇനി ഞാൻ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ എല്ലാവർക്കും. ഇനി എനിക്ക് തമിഴിൽ മലയാളത്തിൽ പോലും എനിക്ക് എല്ലാ ചീത്തവാക്കും അറിയില്ല കേട്ടോ. പെട്ടെന്നൊക്കെ ഞാൻ
അങ്ങനെ പറഞ്ഞാൽ ചോദിക്കാറുണ്ട്. തമിഴിൽ എനിക്ക് അറിയാത്തായിട്ട് ഇനി ഒരു ചീത്ത വാക്കോലും ഇല്ല. ഏറ്റവും അറിയാതാ പഠിച്ചത്. ഞാൻ തെലുങ്കിൽ പോയിട്ട് എല്ലാവരുടെ അടുത്തും, പ്രത്യേകിച്ച് ഫൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് ഫൈറ്റ് മാസ്റ്ററുടെ വായന്ന് ഇങ്ങനെ വരും അഭിഷേകമായിട്ട് എന്നൊക്കെ പറയുമ്പോൾ അത് മൊത്തം ഞാൻ കളക്ട് ചെയ്യുമോ, പുതിയൊരു വാക്ക് കിട്ടി മൊത്തം കളക്ട് ചെയ്യും. അതെ, എന്റെ അടുത്തൊരു കളക്ഷൻ തന്നെ ഉണ്ട് തെലുങ്കും തമിഴും പൊട്ട വാക്കുകളുടെ. ഞാനൊക്കെ മാസ്റ്റർ ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ്. പക്ഷെ തമിഴില് ഭയങ്കര സ്വീറ്റ്നെസ് ഉണ്ട് അതിനൊക്കെ. പൊട്ട വാക്കാണെങ്കിലും അത് പറയുമ്പോ നമുക്കിപ്പോ പൊറുക്കി എന്നൊക്കെ പറയുമ്പോ അല്ല, ഇവിടെ ഇപ്പൊ തെണ്ടിന്നാണല്ലോ അതിന്റെ അർത്ഥം. ഇപ്പൊ മലയാളത്തിൽ നമ്മൾ പോള തെണ്ടി എന്ന് പറയുന്നത്, ഇവിടെ പൊറുക്കി എന്ന് പറയുമ്പോ സ്വീറ്റ്നെസ് ഉണ്ട്. അയ്യോടാന്ന് തോന്നുന്നു നമുക്ക്.